ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുറിവുണങ്ങിയ കളക്ടറിങ് എത്തി. ഉണക്കൊന്നും നോക്കണ്ട, അകവും കൂടി ഉണങ്ങണ്ടേ. അകത്തെ മുറിവ് ഉണങ്ങാനൊന്നും കളക്ടർ കാത്തു നിൽക്കുന്നില്ലെന്നാ തോന്നുന്നത്. പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പരുത്തിക്കുന്നിലേക്ക്. മുറിഞ്ഞത് മുറിഞ്ഞു, ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വരും രാഘവേട്ടാ. ഇനിയിപ്പോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ രണ്ടാമത് മേടിക്കണ്ടേ? അതിപ്പോ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാനുള്ളതേ ഉള്ളൂ. അതോർത്ത് സങ്കടപ്പെടണ്ട. സത്യമ്മ കൈ അധികം അനക്കണ്ട. അനക്ക് ചിലപ്പോ ഇനിയും ചോര പൊടിയാൻ സാധ്യതയുണ്ട്. വിഷ്ണുവിന്റെ കാര്യം ചിന്തിച്ചപ്പോഴാ എന്റെ ഈ കൈ മുറിഞ്ഞത്. അവനെ എനിക്കിപ്പൊ കാണണം. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അപകടം പറ്റാനാ? ഇതൊക്കെ നിനക്ക് തോന്നല ഭാമേ? അവൻ സമയാമയ്ക്ക് വന്നോളും. രാഘവേട്ട അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അവനെ ഇപ്പൊ തന്നെ കാണണം. അതും അല്ലെങ്കിൽ എനിക്ക് അവനെ ഒന്ന് വിളിച്ചെങ്കിലിതാ ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യാമ്മയ്ക്ക് മനസ്സിൽ പേടി തട്ടിയിട്ടാ രാഘവേട്ട. വിഷ്ണുവിനെ ഒന്ന് വിളിക്ക്. വിഷ്ണുവായിട്ട് സംസാരിച്ചു കഴിയുമ്പോ ഇതൊക്കെ മാറും. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവളും പേടിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരും പേടിപ്പിക്കും. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ലല്ലോ. കട്ടായി. അയ്യോ, സ്വിച്ച് ഓഫ് ആണല്ലോ. അല്ല അതിപ്പോ ഇങ്ങോട്ട് താ രാഘവേട്ട, ഇങ്ങോട്ട് താ. ഞാനൊന്ന് നോക്കട്ടെ അവന് കിട്ടുമോന്ന്. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫാ. അല്ല ഇനി ചിലപ്പോ ചാർജ് തീർന്നായിരിക്കുമോ? അതെ, തിരക്കിനിടയിൽ ഇന്നലെ ചിലപ്പോ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവൂല. ഇതിപ്പോ ഇത്ര നേരമായില്ലേ. അവനെ ഇപ്പൊ വിളിക്കാൻ എന്താ ഒരു മാർഗം? എന്തായാലും ഞാൻ പോകേണ്ട സമയം ആയില്ലേ? അതാ പറഞ്ഞൂടെ, അവനീ വന്നോളും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേണ്ട ഭാമേ. എന്റെ രാഘവേട്ട, അത് എടി ഒരു കുഴപ്പമുണ്ടാവത്തില്ലെന്നേ. നീ ഒന്ന് സമാധാനപ്പെട്. രാഘവേട്ടന് പറഞ്ഞ മനസ്സിലാവത്തില്ല. അനു, എന്താ മാഡം? നമ്മൾ ഇനിയും പരുത്തിക്കുന്നിന്റെ കാര്യത്തില് കൃത്യമായ ഒരു ആക്ഷൻ എടുക്കാത്തതില് റവന്യൂ സെക്രട്ടറിക്ക് ഒരു നീരസമുണ്ട്. അത് നടത്തിയെടുക്കാൻ പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ റവന്യൂ സെക്രട്ടറിക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു പോകുന്നതല്ലേ. എന്നുവെച്ച് സർക്കാർ ഓർഡർ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ CA റസാക്കിനെ ഒന്ന് വിളിക്കട്ടെ. ആളും എടുക്കണ. ഹലോ മാഡം. റസാഖല്ലേ? അതെ മാഡം, പറഞ്ഞോളൂ. എനിക്ക് പരുത്തിക്കുന്ന് കോളനിയിൽ സർക്കാരിന്റെ സ്ഥലം കയ്യേറിയവരെ ഒഴിപ്പിച്ച് സീല് വെക്കേണ്ടതുണ്ട്. അതിനായി അവിടെ പോയിട്ടുള്ള സമയങ്ങളിലെല്ലാം വലിയ കുഴപ്പങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. എനിക്കറിയാം മാഡം. മാഡം ധൈര്യമായിട്ട് പോന്നോളൂ.
ഇനി അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ മേഡത്തിന് ഉറപ്പ് തരുന്നു. പോലീസിന്റെ സഹായം മേഡത്തിന് എപ്പോഴും ഉണ്ടാവും. എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ മാഡം. ഓക്കെ അനു, എന്നാ നമുക്ക് ഇറങ്ങാം. ആരെയൊക്കെ അറിയിക്കേണ്ടെന്ന് വെച്ചാൽ അറിയിച്ചോളൂ. ഓക്കെ മാഡം. എന്താ ജോണേ, സന്തോഷം തരുന്ന എന്തെങ്കിലും വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണോ? ഇത് പക്ഷെ അത്ര സന്തോഷം തരുന്നൊരു വാർത്തയല്ല. മുറിവുണങ്ങി കളക്ടറിങ് എത്തി. ഉണക്കൊന്നും നോക്കണ്ട, അകവും കൂടി ഉണങ്ങണ്ടേ? അകത്തെ മുറിവ് ഉണങ്ങാനൊന്നും കളക്ടർ കാത്തു നിൽക്കുന്നില്ലെന്നാ തോന്നുന്നത്. പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പരുത്തിക്കുന്നിലേക്ക്. CI റസാക്കിന്റെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓ, അതപ്പോ നല്ല നടപ്പില് പോവില്ല അല്ലേ? ആ, കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും? ശാലിനി അവളൊരു ചെറിയ തീക്കനലാണ് സാറേ. അതങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നിൽക്കും. പക്ഷേ ചെറിയൊരു നെരിപ്പോട് മതി ഒരു കൊട്ടാരം കത്തിക്കാൻ. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റിയറിംഗ് അവളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എത്രയും പെട്ടെന്ന് അവളെ തടയാനുള്ള വഴി നോക്ക്. ശരി ജോണേ. എടോ, കാടിളക്കി വന്ന ഒറ്റക്കൊമ്പനെ നമ്മൾ വിരട്ടി ഓടിച്ച് തിരികെ കാട് കയറ്റിയിട്ടില്ലേ? പിന്നല്ലേ ഈ പിടിയാന. വരട്ടെ, അവക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് കാണിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കും കാണിച്ചു കൊടുക്കാം. ഹലോ അച്ഛാ. ശിവ, ആ ശരി അച്ഛാ, വേണ്ടത് ഞാൻ ചെയ്തോളാം.